ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായ പകൽക്കാലം വെള്ളിയാഴ്ച ദിവസം രാവിലെ നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ നമ്മുടെ പതിവായി നടന്നു വരുന്ന പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിയിൽ ദൈവം നമ്മെ നടത്തി, ദൈവം നമ്മെ പരിപാലിച്ചു. ഒരു പുതിയ പകൽക്കാലം കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളെ ഈ നാളുകളിലൊക്കെ പുലർത്തുന്ന, പരിപാലിക്കുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ കൂട്ടായ്മ ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രി കാലം ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ, അവിടുത്തെ കൃപയിൽ സൂക്ഷിച്ചതിനായി, പരിപാലിച്ചതിനായി സ്തോത്രം. ഈ ഒരു പുതിയ പ്രഭാതവും ഈ പുതിയ ഒരു പകലും കാണുവാൻ ഞങ്ങളെ അനുവദിച്ചതിനായിട്ട് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഈ പകൽക്കാലവും തുടർന്നും അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹത്തോടെ നടത്തിയ ദൈവം ഞങ്ങളുടെ ജീവിതത്തിന്റെ തുടർന്നുള്ള സമയങ്ങളിലും നാളുകളിലും അങ്ങയുടെ കൃപയിൽ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെ അവിടുന്ന് കൂടെ ഇരിക്കണമേ. കർത്താവെ, പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ പ്രിയ മക്കളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്ന ഭവനങ്ങളിൽ, അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് അവരെ സൂക്ഷിക്കണമേ. ദൈവമേ, പ്രത്യേകിച്ച് വിവിധങ്ങളായ ആവശ്യങ്ങളോടുകൂടെ, ഭാരങ്ങളോടുകൂടെ, പ്രയാസങ്ങളോടുകൂടെ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. അത് മാത്രമല്ല കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന അർഹതപ്പെട്ടവരെ ഓർക്കുവാനും അവർക്ക് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ മധ്യസ്ഥത അണപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഈ നാളുകളിൽ പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ, അങ്ങയുടെ നടത്തിപ്പിൽ കർത്താവെ, ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരെയും അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ. സാങ്കേതികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തടസ്സങ്ങളും ഒന്നും കൂടാതെ ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാൻ സഹായിക്കണമേ. അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലും മനസ്സുകളിലും ക്രിയ ചെയ്യണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കണമേ. പാട്ടുകൾ പാടുന്നവരെ ഓർക്കുന്നു, വചനം വായിക്കുന്നവരെ, വചനം വ്യാഖ്യാനിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, വിശ്വാസത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ, സമർപ്പണത്തോടുകൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ഒക്കെ ആവശ്യങ്ങളുടെ മേൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് ബാബുവങ്ങളും കുടുംബവും ചേർന്നാണ്. ബാബുവങ്ങൾ ഇപ്പോൾ പാട്ടുകൾക്ക് നേതൃത്വം നൽകും. തുടർന്ന് 39-ാം സങ്കീർത്തനം അൽമിത്ര വായിക്കും. അച്ഛാ, കേൾക്കാമോ? കേൾക്കാം. യെസ്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ.
സ്വന്തമായൊന്നുമില്ല, സർവതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും, രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങൻ മുൻപേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, താതന്നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, താതന്നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ നാഥൻ താലോലിച്ചണച്ചിടുന്നു, അമ്മയെ പോലെ താതൻ താലോലിച്ചണച്ചിടുന്നു, സമാധാനമായി കിടന്നുറങ്ങാൻ തൻ്റെ മാറിൽ ദിനം ദിനമായി, തൻ്റെ മാറിൽ ദിനം ദിനമായി. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, താതൻ താറോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റം അടുത്ത തുണയായി, കഷ്ടങ്ങളേറിടുമ്പോൾ എനിക്കേറ്റം അടുത്ത തുണയായി, കുറവൈരിൻ നടുവിലവൻ മേശ നമുക്കൊരുക്കുമല്ലോ, മേശ നമുക്കൊരുക്കുമല്ലോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. Thank you, Babu uncle. Thank you very much. Now the psalm will be read. The reading for this morning is taken from the book of Psalms, chapter 39. Psalm 39.
I said, I will guard my ways that I may not sin with my tongue. I will guard my mouth with a muzzle so long as the wicked are in my presence. I was mute and silent. I held my place to no avail, and my distress grew worse. My heart became hot within me, and as I mused, the fire burned. Then I spoke with my tongue. O Lord, make me know my end and what is the measure of my days. Let me know how fleeting I am. Behold, you have made my days a few handbreadths, and my lifetime is as nothing before you. Surely all mankind stands as a mere breath. Surely a man goes about as a shadow. Surely for nothing they are in turmoil. Man heaps up wealth and does not know who will gather. And now, O Lord, for what do I wait? My hope is in you. Deliver me from my transgressions. Do not make me the scorn of the fool. I am mute. I do not open my mouth, for it is you who have done it. Remove your stroke from me. I am spent by the hostility of your hand. When you discipline a man with rebukes for sin, you consume like a moth what is dear to him. Surely all mankind is a mere breath. Hear my prayer, O Lord, and give ear to my cry. Hold not your peace at my tears. For I am a sojourner with you, a guest like all my fathers. Look away from me, that I may smile again, before I depart and am no more. Glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. താങ്ക് യു അൽമിത്ര. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഏകാഗ്രമാക്കാം. അല്പസമയം നമുക്ക് നമ്മെ തന്നെ, നമ്മുടെ ജീവിതങ്ങളെ ഓർക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ജനനം മുതൽ നമ്മുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും ദൈവം നമ്മെ പുലർത്തിയ, പരിപാലിച്ച, നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരുന്ന കൃപകൾക്കായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇപ്രകാരം ദൈവസന്നിധിയിൽ കൂടി വരുവാനായിട്ട് ദൈവം അവസരം തന്നതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. കർത്താവിങ്കിലേക്ക്, ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ ഭരമേൽപ്പിക്കുവാൻ ദൈവം തരുന്ന എല്ലാ അവസരങ്ങളും വലിയ ഒരു ഭാഗ്യമാണ്. ആ ഒരു വലിയ ഭാഗ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലൊക്കെ ദൈവം നൽകിയ എല്ലാ നന്മകളെയും ഓർക്കാം. പൗലോസ് പറയുന്നത് പോലെ, ഞാൻ ആയിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാലാകുന്നു എന്ന് നമുക്ക് വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. നമ്മളിന്ന് വായിച്ചു കേട്ട സങ്കീർത്തനം മനുഷ്യന്റെ ക്ഷണികതയെക്കുറിച്ച്, താൽക്കാലികതയെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഏത് മനുഷ്യനും ഒരു ശ്വാസം അത്രേ ആകുന്നു. എന്നാൽ നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന, നമ്മളെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന, ഉന്മേഷം നൽകുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ബലഹീനതകളിൽ ദൈവം നമുക്ക് താങ്ങായിരിക്കണമേ, തണലായിരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം. നമ്മൾ ആരുമില്ല, നമ്മൾ ഏതുമില്ല, നമ്മളൊന്നുമില്ല. നമ്മുടെ പണം, നമ്മുടെ സമ്പത്ത്, സ്വാധീനം, അതൊക്കെ ഒരു നൈമിഷികമാണ്. ആയുസിനെ പിടിച്ചു നിർത്താൻ, അതിനെ ദീർഘിപ്പിക്കാൻ കഴിവില്ലാത്ത വളരെ ബലഹീനരായ മനുഷ്യരാണ് നമ്മൾ. അതുകൊണ്ട് ആ ബലഹീനതയെ നമുക്ക് ഓർക്കാം. എന്നാൽ ദൈവം ബലവാനാണ്, സർവശക്തനാണ്, നീതിമാനാണ്, കരുണയുള്ളവനാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ കരുണയിലും കൃപയിലും നമുക്ക് ആശ്രയിക്കാം. ആ കരുണയും കൃപയുമാണ് നമ്മളെ ഇതുവരെയും കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഒത്തവണ്ണം നമുക്ക് പ്രതികരിക്കാൻ, ദൈവത്തോട് നന്ദിയോടുകൂടെ ജീവിപ്പാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. ആ കുറവുകളെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ബലഹീനതകളൊക്കെ കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ, പൊറുക്കണമേ. അതൊക്കെ ഏറ്റുപറഞ്ഞ് വിടുതൽ പ്രാപിച്ച്, കഴുകൽ പ്രാപിച്ച്, വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ അടിയങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
നമ്മെ തന്നെ ദൈവവചനത്തിന്റെ മുൻപാകെ, ദൈവ സ്നേഹത്തിന്റെ മുൻപാകെ പുനരർപ്പണം ചെയ്യാം. ഓരോ കൂടിവരവും നമ്മെ തന്നെ വിശ്വാസത്തോടുകൂടെ ദൈവത്തിന് സമർപ്പിക്കാനുള്ള സമയമാണല്ലോ. ഞങ്ങളുടെ കുറവുകളെയൊക്കെ കഴുകി ശുദ്ധീകരിച്ച് നിന്റെ മാനപാത്രങ്ങളാക്കി, നിന്റെ കൈക്കിണങ്ങിയ ആയുധങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ ദൈവമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ നാളുകളിലൊക്കെ സഭയെ ദൈവം അനുഗ്രഹീതമായിട്ട് മുൻപോട്ട് നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. സഭയുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെയിരിക്കുന്നു. സഭയുടെ കാര്യങ്ങളൊക്കെ സന്ധിക്കുന്നതിനുള്ള വലിയ നന്മകൾ നമ്മുടെ സഭാംഗങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്നു. ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നന്ദിയോടുകൂടെ ജീവിപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കണമേ. നമ്മുടെ സഭയെ ദൈവം തുടർന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. ഈ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മളൊക്കെ ചിതറിപ്പാർക്കുന്നു. ഒരുപാട് ദൂരങ്ങളിലും അടുത്തും അകലെയുമായിട്ടൊക്കെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമ്മെ പരിപാലിക്കണമേ. നമ്മുടെ കുടുംബങ്ങളെ ദൈവം തുടർന്നും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ആവശ്യത്തിലും ഭാരത്തിലും ആയിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. സാമ്പത്തികമായിട്ട് ക്ലേശം അനുഭവിക്കുന്നവർ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭവനം വാങ്ങിക്കുവാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനും കടഭാരങ്ങളും അങ്ങനെ പല ആവശ്യങ്ങളിലായിട്ട്, സാമ്പത്തികമായ ആവശ്യങ്ങളിലും പ്രയാസങ്ങളിലും ആയിരിക്കുന്ന കുടുംബങ്ങളെ ഓർക്കാം. ദൈവം അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ ഓർക്കാം. കുടുംബജീവിതത്തിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. ദൈവം അവരെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് മുൻപോട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. മറ്റ് പലവിധമായ ക്ലേശങ്ങളാൽ ഭാരപ്പെടുന്നവരെ നമുക്ക് ഓർക്കാം. നമ്മുടെ സഭയിലെ പ്രായമായ എല്ലാവരെയും ഓർക്കാം. കർത്താവ് അവരെല്ലാം അനുഗ്രഹത്തോടെ, ആശ്വാസത്തോടെ, ബലത്തോടെ നടത്തണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തങ്കമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓമന ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാലി അലക്സ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അവരെല്ലാം ആരോഗ്യത്തോടെ, ബലത്തോടെ നടത്തണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ജേക്കബ് അങ്കിളിന് വേണ്ടിയിട്ടും അന്നമ്മ ആൻറ്റിക്ക് വേണ്ടിയിട്ടും കുടുംബമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപയിൽ അവരെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. KC ചെറിയാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലിസി ആൻറ്റിക്ക് വേണ്ടിയിട്ടും ശമലൂട്ടി അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അവരുടെ ശാരീരികമായ ബലഹീനതയിൽ ദൈവം തണലായിരിക്കണമേ, താങ്ങായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സുശീല ആൻറ്റിക്ക് വേണ്ടിയിട്ടും രഞ്ജിത്ത് അങ്കിളിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അവരെ കുടുംബമായി ദൈവം മുൻപോട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജെസ്സി തോമസ് ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടത്ത് അവരെയൊക്കെ ദൈവം കാക്കണമേ, സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്നല്ലോ, ആരോഗ്യവും ബലവും പ്രിയദാസന് നൽകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഡോക്ടർ റോയ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം പ്രിയദാസനോട് കൃപ തോന്നണമേ, മനസ്സലിവ് തോന്നണമേ, വേണ്ട ആരോഗ്യവും ബലവും ദൈവകൃപയിൽ നൽകണമേ, ആശ്വസിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പുഷ്പ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആലീസ് ആൻറ്റിക്ക് വേണ്ടിയിട്ടും അറിയാമേ അബ്രഹാം ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. രണ്ടുപേർക്കും കാഴ്ചയുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ദൈവം അവർക്ക് വേണ്ട സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. PP ഫിലിപ്പ് അങ്കിളിന് വേണ്ടിയിട്ടും ചാച്ചമ്മ ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് അവരെ ബലപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അങ്കിളിൻ്റെ ശാരീരിക സൗഖ്യത്തിന് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. ലില്ലി ആൻറ്റിക്ക് വേണ്ടി കുരുവിള അങ്കിളിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അവരെ ഇരുവരെയും ദൈവം കുടുംബമായിട്ട് അനുഗ്രഹിച്ച് മുൻപോട്ട് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. തങ്കമണ്ടുവിൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ജോൺ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ കോശി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാറാമ്മ കുര്യൻ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രായത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്ന പേര് പറഞ്ഞവരെയും വിട്ടുപോയവരെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ ദൈവം ആരോഗ്യവും ബലവും ഒക്കെ നൽകണമേ. നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള, നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, പ്രായമായ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചവർ, 10ാം ക്ലാസ് പാസ്സായി 11th സ്റ്റാൻഡേർഡിൽ പുതിയ കോളേജുകളിൽ, സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ നേടി ക്ലാസ്സുകൾ തുടങ്ങിയവർ, 12th പരീക്ഷ കഴിഞ്ഞ് തുടർ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ എക്സാം എഴുതുകയും അതിനുവേണ്ടി അഡ്മിഷന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരെ, അഡ്മിഷൻ ലഭിച്ചവരെ ഒക്കെ നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. അവരൊക്കെ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ, നിലകളിലൊക്കെ എത്തിച്ചേരുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ഒരു സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് അവർ വീണ്ടും തുടർന്നും സ്കൂളുകളിലേക്ക് പോകുന്നല്ലോ. കുഞ്ഞുങ്ങളൊക്കെ താല്പര്യത്തോടെ, ബുദ്ധിയോടുകൂടെ പഠിക്കുവാനായിട്ട് അവരെ ദൈവം ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഭാരതത്തിന്റെ പല നഗരങ്ങളിലും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന, ഹയർ എഡ്യൂക്കേഷനിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. വിദേശങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവരെയൊക്കെ ദൈവം ആക്കിയിരിക്കുന്ന ഇടത്ത് താല്പര്യത്തോടുകൂടെ പഠിക്കുവാൻ അവരെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരെ നമുക്ക് ഓർക്കാം. നല്ല അവരുടെ പഠനത്തിനൊത്ത ജോലികളൊക്കെ ലഭിപ്പാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പഠനമൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ടൊക്കെ ജോലിയിൽ പ്രവേശിച്ചവരെ ഓർക്കാം. അവരും സമർപ്പണത്തോടുകൂടെ തങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നുപോകാതെ അവരെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കർമ്മമണ്ഡലങ്ങളിൽ നന്നായി ജീവിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം തക്കതായ ഉപജീവന മാർഗങ്ങളെ നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്കൊക്കെ മാറാനും ഒക്കെ ശ്രമിക്കുന്നവരുണ്ട്. ദൈവം അവരെ എല്ലാം അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ, അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവിധ സ്ഥലങ്ങളിൽ, വിവിധ നിലകളിൽ ഉപജീവന മാർഗത്തിൽ ജോലിയിലായിരിക്കുന്നവരെ ഓർക്കാം. ഗവൺമെന്റ് ജോലി ചെയ്യുന്നവരുണ്ട്, സ്വകാര്യമായ ജോലി ചെയ്യുന്നവരുണ്ട്, ബാങ്കിങ് മേഖലകളിൽ, മാർക്കറ്റിംഗ് മേഖലകളിൽ, ബിസിനസ് മേഖലകളിൽ, IT മേഖലകളിൽ, അങ്ങനെ പല തരത്തിൽ ജോലി ചെയ്യുന്നവർ, സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവർ, പലവിധമായ അപകടകരമായ സാഹചര്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, എല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവരെല്ലാം അനുഗ്രഹിക്കണമേ. അധ്വാന ഇടങ്ങളിൽ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ യങ് കപ്പിൾസിനെല്ലാം നമുക്ക് ഓർക്കാം. അവരാണല്ലോ നമ്മുടെ സഭയുടെ ഒരു വലിയ സോഴ്സ്. അവരെ അവരുടെ ജോലിയിടങ്ങളിൽ, അവരുടെ കുടുംബ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിൽ അവരെ ദൈവം പുലർത്തണമേ, അവരെ പരിപാലിക്കണമേ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. തക്കതായ ജീവിത പങ്കാളികളെ ദൈവം ഒരുക്കി കൊടുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആലോചിച്ച് തീരുമാനിച്ച് നല്ല വിവേകത്തോടുകൂടെ തീരുമാനങ്ങൾ എടുക്കുവാൻ അവരെ ഒരുക്കണമേ. കുടുംബ ജീവിതം ആരംഭിച്ചിരിക്കുന്നവരെ ഓർക്കാം. നമ്മുടെ സഭയിലെ പിഞ്ചുപൈതങ്ങളെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ വളർച്ചയിൽ ദൈവം കൂടെ ഇരിക്കണമേ, നല്ല ആരോഗ്യത്തോടെ ബലത്തോടെ അവർ വളർന്നു വരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളെ ഓർക്കാം. ദൈവം അവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവധിക്കും മറ്റുമായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുന്നവരെ ഓർക്കാം. അവരുടെ മടക്കയാത്രയിലൊക്കെ കൂടെ ഇരിക്കണമേ. അവരൊക്കെ കടന്നു വന്ന് നമ്മുടെ സഭ വീണ്ടും സജീവമായി കർത്താവിനെ ആരാധിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. അവരുടെ ജീവിതത്തിലൊക്കെ നേരിട്ട വേദനകളും പ്രയാസങ്ങളും ഒക്കെ അതിജീവിച്ച് ധൈര്യത്തോടെ, പ്രത്യാശയോടുകൂടെ, സന്തോഷത്തോടുകൂടെ മുൻപോട്ട് ജീവിപ്പാൻ കർത്താവ് അവരെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരത രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മഴക്കെടുതികളാലൊക്കെ ഭാരപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.
നമ്മുടെ രാജ്യത്തെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാജ്യത്തെ നീതിയിലും സമത്വത്തിലും ഒക്കെ ഭരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ, പ്രത്യേകിച്ച് സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് കാലാവസ്ഥാ പ്രതികൂലങ്ങളാൽ, യുദ്ധക്കെടുതികളാൽ ഭാരപ്പെടുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികളൊക്കെ വിദേശങ്ങളിലും നാട്ടിലുമൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കുന്നല്ലോ, അവരെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവരെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവരെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. CSI സഭയ്ക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ മഹായിടവുകൾക്ക് വേണ്ടിയിട്ടും അതിൻ്റെ ആത്മീയ നേതൃത്വത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അടുത്ത മാസം സഭയുടെ ഒരു പുതിയ മോഡറേറ്ററിനെ തിരഞ്ഞെടുക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നല്ലോ. അതൊക്കെ നീതിപൂർവമായി നടത്തപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. മേഡക് ഡയസിസിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിൻ്റെ ലീഡർഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ സഭകളെയും ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ മിഷണറിമാരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രതിസന്ധിയിലൂടെ, പ്രയാസങ്ങളിലൂടെ, വെല്ലുവിളികളിലൂടെ ഒക്കെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. അവരുടെയൊക്കെ ആവശ്യങ്ങളിൽ ദൈവം കൂടെ ഇരിക്കണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൈദരാബാദ് നഗരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നഗരത്തിൻ്റെ നന്മകളൊക്കെ നമ്മൾ അനുഭവിക്കുന്നു. ഈ നഗരം അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിലെ എല്ലാ സംഘടനകളെയും നമുക്ക് ഓർക്കാം. സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവധിയൊക്കെ കഴിഞ്ഞ് സൺഡേ സ്കൂളുകളൊക്കെ വീണ്ടും പുനരാരംഭിക്കുന്നല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥിക്കാം. ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യങ് കപ്പിൾസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലെയ്റ്റി ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സംഘടനകളുടെ പ്രവർത്തനങ്ങളെല്ലാം സഭയുടെ ആത്മീയ ജീവിതത്തെ സജീവമാക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പാസ്റ്ററേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 വർഷക്കാലം സഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നന്ദിയോടുകൂടെ ഓർക്കാം. ദൈവം കമ്മിറ്റി ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മളൊരു പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ പ്രക്രിയകളൊക്കെ ആരംഭിച്ചിരിക്കുന്നല്ലോ. സഭയെ സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യതയിലും ഒരുമിപ്പിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാൻ തുടർന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സമർപ്പിതരായി കടന്നു വരുന്നവരെ ദൈവം ഒരുക്കണമേ. അതിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് മുൻകാലങ്ങളിൽ നേതൃത്വം നൽകിയവരെ പ്രത്യേകം ഓർക്കാം. മൺപറഞ്ഞു പോയ നമ്മുടെ എല്ലാ വന്യ പിതാക്കന്മാരെയും മാതാക്കളെയും ഒക്കെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലേക്കൊക്കെ സ്ഥലം മാറിപ്പോയ നമ്മുടെ പഴയകാല അംഗങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. അവരുടെ എല്ലാ സേവനങ്ങളെയും നന്ദിയോടുകൂടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയ്ക്ക് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയ എല്ലാ പട്ടക്കാരെയും കുടുംബങ്ങളായിട്ട് ഓർക്കാം. ദൈവം അവരെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇവിടെ മുൻകാലങ്ങളിൽ സേവനം ചെയ്ത സുനിൽ രാജ് ഫിലിപ്പ് അച്ഛൻ തൻ്റെ പട്ടത്ത് ശുശ്രൂഷയിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ഇന്ന് രാവിലെ വിളിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും തുടർന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടവകയോടുള്ള നന്ദി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് അച്ഛനെ ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മുൻ വികാരിമാരെയും പട്ടക്കാരെയും കുടുംബങ്ങളായിട്ട് ഓർക്കാം. അവരുടെ ശുശ്രൂഷകളെ ഓർക്കാം. അവരുടെ സേവനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവരെ കാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം ഭരമേൽപ്പിക്കാം. ഈ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നീതു നമ്മുടെ പ്രാർത്ഥനയിൽ നയിക്കും. അച്ഛാ കേൾക്കാമോ? യെസ് കേൾക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.
നല്ല ദൈവമേ, സ്വർഗീയ കർത്താവേ, ഇന്ന് ഈ വെള്ളിയാഴ്ചയുടെ രാവിലെ സമയത്ത് എൻ്റെ അപ്പച്ച, ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിൽ തലവണക്കുവാൻ അങ്ങ് തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഒരു നല്ല ദിവസം ഞങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് വെച്ചു തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ് പിതാവേ. ഈ മനോഹര ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു അപ്പച്ച. ഞങ്ങൾക്കിത് കാണുവാൻ തന്ന അവസരത്തിനായി നന്ദി പറയുന്നു. എൻ്റെ ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളെ അങ്ങ് പാപം കൂടാതെ കാത്തരുളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നോട്ടവും ഞങ്ങളുടെ ചിന്തയും ഞങ്ങളുടെ വാക്കും ഞങ്ങളുടെ പ്രവർത്തനവും ഒക്കെ അങ്ങയ്ക്ക് ഹിതമാമണ്ണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അപ്പച്ച. എൻ്റെ ദൈവമേ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് അപ്പച്ച. ദൈവമേ, ഈ ഒരു വലിയ കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യാണ് കർത്താവെ. മുടക്കം കൂടാതെ കുറച്ചുപേർ ഒന്നിച്ചു വന്ന് അങ്ങേ സ്തോത്രം ചെയ്യുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന എല്ലാ മുഖാന്തരങ്ങളെ ഓർത്ത് നന്ദി പറയുകയാണ് പിതാവേ. ദൈവമേ, ഞങ്ങൾക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ തന്ന് എത്ര മനോഹരമായി അങ്ങ് ഞങ്ങളെ പോറ്റി പുലർത്തുന്നു. പ്രൈസ് ദി ലോർഡ് കർത്താവേ. എൻ്റെ കർത്താവെ, ആഹാരത്തിന് വിഷമിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വന്നിട്ടില്ല. പാർപ്പിടമില്ലാതെ ഒരു വിഷമത്തിന്റെ അവസ്ഥ ഞങ്ങൾക്ക് വന്നിട്ടില്ല കർത്താവെ. ദൈവമേ കർത്താവെ, അങ്ങ് ഞങ്ങളെ കരുതുന്ന കൃപയ്ക്കാൽ സ്തോത്രം കർത്താവെ. ദൈവമേ, എന്നിട്ടും പലപ്പോഴും ഞങ്ങൾ നന്ദിയില്ലാത്തവരാണ് ദൈവമേ. അങ്ങ് തരുന്നതിന് നന്ദി പറയാതെ കർത്താവെ, ഇല്ലാത്തതിന്റെ പേരിൽ കരയുന്നവരാണ് കർത്താവെ. ഞങ്ങളോട് ക്ഷമിക്കണേ അപ്പച്ചോ. ഞങ്ങളുടെ അത്യാഗ്രഹങ്ങളൊക്കെ ഞങ്ങളോട് പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ഹല്ലേലൂയ. തരുന്ന ആരോഗ്യത്തിനായി സ്തോത്രം പിതാവേ. എൻ്റെ ദൈവമേ, ആരോഗ്യത്തോടെ നടപ്പാനും ഇരിപ്പാനും സംസാരിപ്പാനും ഒക്കെ തരുന്ന കൃപയ്ക്കായി സ്തോത്രം എൻ്റെ അപ്പച്ചോ. എൻ്റെ ദൈവമേ കർത്താവെ, ഞങ്ങളെ തന്നെ മുഴുവനായിട്ട് ഭരമേൽപ്പിച്ചു തരുന്ന അപ്പച്ച, അങ്ങ് ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ് കർത്താവെ. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളെയൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, രക്താംബരം പോലെ കടും ചുവപ്പായ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു തരുന്ന നല്ല പിതാവ് യഹോവയായ ദൈവം ഞങ്ങളോടൊപ്പമുള്ളതിനാൽ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് രക്തം കൊണ്ട് മുദ്രയിടുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. എൻ്റെ അപ്പച്ച, ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട് കർത്താവേ. അച്ഛൻ തന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും അങ്ങയുടെ മുമ്പിൽ വെക്കുന്നു. പ്രൈസ് ദി ലോർഡ് കർത്താവേ. ആവശ്യങ്ങളുടെ ഭാണ്ഡവുമായാണ് ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ വരുന്നത്. അങ്ങെല്ലാം അറിയുന്ന കർത്താവേ. ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം അറിയുന്ന കർത്താവേ. ദൈവമേ, ആരെങ്കിലും കർത്താവേ കൂട്ടത്തില്, ദൈവമേ ഞങ്ങളുടെ ഇടയിൽ കർത്താവേ പറയാൻ പറ്റാത്ത വിഷമവുമായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ കർത്താവേ, അവരെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അവരുടെ സങ്കടങ്ങളെ കാണുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ സ്തോത്രം കർത്താവേ. അങ്ങയുടെ മുമ്പിൽ ദൈവമേ ഞങ്ങൾ അല്പസമയം മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് കർത്താവേ, അങ്ങയുടെ സന്നിധിയിലിരുന്ന് ഞങ്ങൾ വേദം പഠിക്കുമ്പോൾ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ അന്തരിന്ദ്രിയങ്ങളെയും അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ചു പ്രൈസ് ദി ലോർഡ് കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, ഇസ്രായേലിന്റെ തേരും തേരാളയുമായുള്ളവേ, ദൈവമേ, ഞങ്ങൾ ഞങ്ങളുടെ കഴിവുകളിലല്ല, ഞങ്ങളുടെ സമ്പത്തിലല്ല, ഞങ്ങളുടെ മിടുക്കിലല്ല ഞങ്ങൾ ആശ്രയിക്കേണ്ടത്. യഹോവ എന്ന തേരും കുതിരയിലുമാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ബോധ്യവും ഒക്കെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഭരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ എൻ്റെ അപ്പച്ച. എൻ്റെ ദൈവമേ, നിരാശയുടെ അവസ്ഥയിൽ ഇരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വേദനയുടെയും ദുഃഖത്തിന്റെയും രോഗത്തിന്റെയും അവസ്ഥയിൽ ഇരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ അപ്പച്ച. ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ, ഞങ്ങൾ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ കേട്ട പോലെ ദൈവമേ കർത്താവെ, നന്മയെ ഗണ്യമാക്കാതെ ഞാൻ മൗനമായിരുന്നു കർത്താവ്. ഞങ്ങളുടെ നിരാശയുടെ അവസ്ഥയിൽ, ഞങ്ങളുടെ ഇരുട്ടിന്റെ അവസ്ഥയിൽ, ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ എന്ന് പറഞ്ഞിരുന്നാലും ഇരുട്ടും വെളിച്ചവും ഒരുപോലെ കാണുന്ന ദൈവം ഞങ്ങളുടെ ഇരുളിന്റെ അവസ്ഥയിൽ ഞങ്ങളെ സമീപിച്ച് ഞങ്ങൾക്ക് പ്രകാശം നൽകുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെ പ്രശ്നം ഡിഫറെന്റ് ആണ് കർത്താവ്. ഞങ്ങളുടെ പ്രോബ്ലംസ് ആർ ഡിഫറെന്റ്, ഞങ്ങളുടെ വറീസ് ആർ ഡിഫറെന്റ്, ഞങ്ങളുടെ ടെൻഷൻസ് ആർ ഡിഫറെന്റ്. പക്ഷെ അങ്ങെല്ലാം അറിയുന്ന കർത്താവേ. ഹല്ലേലൂയ. എന്റെ കർത്താവെ, ചില സമയത്ത് കർത്താവെ, ഹല്ലേലൂയ, ഏലിയാവിനെ പോലെ എനിക്കിത് വയ്യ എന്ന് പറഞ്ഞ് ഞങ്ങൾ പാറക്കെട്ടിൽ മറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, ആരൊക്കെയാണ് ഇവിടെ പ്രയാസത്തിലിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പിതാ.
പക്ഷെ അങ്ങ് അറിയുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾ ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് പിതാവേ, അവർക്ക് വേണ്ടുന്ന മാർഗം അങ്ങ് കാണിച്ചു കൊടുക്കുന്നതിനാൽ സ്തോത്രം എൻ്റെ അപ്പച്ചാ. ദൈവമേ, പലപ്പോഴും ഞങ്ങൾക്ക് പോകേണ്ടുന്ന വഴി ഞങ്ങൾക്ക് അറിയൂല കർത്താവെ, ഞങ്ങൾക്ക് അറിയത്തില്ല അതെന്ത് ചെയ്യണോ. എന്നാൽ കർത്താവെ, ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കുമ്പോൾ നിന്റെ പാത ഇതാകുന്നു എന്ന് കാണിക്കുന്ന സ്വർഗത്തിലെ അപ്പച്ചന്റെ ശബ്ദം ഹല്ലേലൂയ നിന്റെ മക്കൾക്ക് അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അപ്പച്ചാ. ദൈവമേ, ഞങ്ങൾ ആരും പെർഫെക്റ്റ് അല്ല കർത്താവെ. We are imperfect souls coming together to worship a perfect Lord. എന്റെ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ അപ്പച്ചാ. ദാവീദ് പ്രാർത്ഥിച്ച പോലെ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിന്ന് എടുത്തു കളയരുതേ. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞങ്ങളെ ഉപേക്ഷിക്കാത്തൊരു സ്നേഹം അങ്ങ് ഞങ്ങളിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, ആര് തന്നില്ലായാലും കർത്താവ് എന്റെ പിതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തും സാധ്യമാണ് എന്നുള്ള വിശ്വാസം ഓരോ മക്കളുടെയും മനസ്സിൽ അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. എന്റെ കർത്താവെ, ഞങ്ങൾ പേരെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് എല്ലാവരെയും ഈ സമയത്ത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്തിന്റെ അവസ്ഥയിരിക്കുന്നവര്. ഇതൊക്കെ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത കുറെ കാര്യങ്ങളാണ് കർത്താവ്. ദൈവമേ, ദേഹം തളർന്ന് കിടക്കുന്നവര് കർത്താവ്, എഴുന്നേറ്റ് മൂവ്മെന്റ്സ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളവര് കർത്താവ്, അവരുടെ പ്രയാസം, അവരുടെ വേദന, അവരുടെ ദുഃഖം, അവരുടെ നിരാശ ഒക്കെ അങ്ങ് അറിയുന്ന ദൈവം. ഞങ്ങളുടെ ദീനത്തിൽ ഞങ്ങളുടെ കിടക്കയെല്ലാം മാറ്റിവെക്കുന്ന ദൈവമേ, പ്രൈസ് ദി ലോർഡ്. അങ്ങ് ഞങ്ങളുടെ കൂടുള്ളതാണ് ഞങ്ങളുടെ ബലം, പ്രൈസ് ദി ലോർഡ്. അങ്ങ് ഞങ്ങളുടെ കൂടുള്ളതാണ് ഞങ്ങൾക്ക് ആ ജനലിൽ നിന്ന് വരുന്ന വെളിച്ചം, പ്രൈസ് ദി ലോർഡ്. അങ്ങ് ഞങ്ങൾക്ക് തരുന്ന സൗഖ്യമാണ് ഞങ്ങളുടെ സൗഖ്യം. ദൈവമേ, എല്ലാ രോഗികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവമേ, ട്രീറ്റ്മെന്റിൽ കൂടെ കഴിഞ്ഞു പോകുന്നവർക്ക് പ്രൈസ് ദി ലോർഡ് പിതാവേ, നിന്റെ ആണിപ്പഴുതുള്ള കരം തൊട്ട് സൗഖ്യം കൊടുക്കണമേ പിതാവേ. ദൈവമേ, അവരെ നോക്കുന്ന കരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണേ പക്ഷെ അവരെ നോക്കുന്ന ഡോക്ടേഴ്സ്, അവരെ നോക്കുന്ന ഭവനത്തിലുള്ളവർ ആരും നിരാശപ്പെട്ടു പോകാനിടയാകില്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആ നിരാശയുടെ ശബ്ദം ഒന്നും അവരുടെ സൗണ്ടിലോ അവരുടെ ഭാവത്തിലോ വരാതെ അവര് നോക്കുന്ന എല്ലാരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. എന്റെ കർത്താവേ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവരോട് നീ അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനും രോഗികൾക്ക് സൗഖ്യദായനുമായിരിക്കുന്നതിനാൽ സ്തോത്രം. അപ്പച്ചാ, ഞങ്ങളുടെ മാതാപിതാക്കളെ കാട്ടി ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരപ്പച്ചൻ ഞങ്ങൾക്കുണ്ടെന്നുള്ള വിശ്വാസവും പ്രത്യാശയും നിന്റെ മക്കളുടെ ഹൃദയത്തിൽ അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. എന്റെ ദൈവമേ, ഞങ്ങൾക്ക് ഓടിച്ചെല്ലാൻ ഒരു അമ്മയില്ല, ഓടിച്ചെല്ലാൻ ഒരു അപ്പനില്ല എന്ന് വിഷമിക്കുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കും. അങ്ങ് അവർക്ക് മാതാവും പിതാവുമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാ പ്രയാസം അനുഭവിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവര്, എന്റെ കർത്താവെ, ഉപജീവനത്തിനായി വിഷമിക്കുന്നവരുണ്ട് കർത്താവ്. ഇനി എന്തെങ്ങനെ എന്റെ ഫാമിലിയെ ഞാൻ എങ്ങനെ മുന്നോട്ട് നടത്തും എന്ന് വിഷമിക്കുന്നവരുണ്ട് കർത്താവെ. അവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മക്കൾ ആരും നിരാശപ്പെട്ടും തകർന്നു പോകാൻ ഇടയാകല്ലേ. വഴിവാതിലുകളെ അവർക്ക് അങ്ങ് കാണിച്ചു കൊടുക്കണം എന്റെ അപ്പച്ച. എല്ലാ ഭാരം അനുഭവിക്കുന്നവരെ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഭാരമൊക്കെ എന്റെ മേൽ വെച്ചു കൊടുക്കുക, ഞാൻ നിങ്ങളെ പുലർത്തും എന്ന് പറഞ്ഞ ഒരു നായകൻ കർത്താവ് ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ സ്തോത്രം കർത്താവെ. യഹോവ എന്റെ പക്ഷത്തുള്ളതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകട്ടെ. ദൈവമേ, ന്യൂസൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട് അപ്പച്ച. ദൈവമേ, കുഞ്ഞുങ്ങളെയൊക്കെ ഒറ്റയ്ക്കാക്കിയിട്ട് ജോലിക്ക് പോകുന്ന പേരൻസ് ഒക്കെ ഉണ്ട് കർത്താവേ. ആ സമയങ്ങളിലൊക്കെ എന്റെ പിതാവേ, അങ്ങ് കുഞ്ഞുങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവമുള്ള കുഞ്ഞുങ്ങളായി നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഡ്രഗ്സിനും മീഡിയയ്ക്കും ഒന്നും അടിമപ്പെട്ടു പോകാതിരിക്കാൻ അവരെ സഹായിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും പ്രൈസ് ദി ലോർഡ് പിതാവേ അനുഗ്രഹിക്കണേ എന്റെ അപ്പച്ച. പ്രത്യേകിച്ച് ദൈവമേ കർത്താവേ, ഇപ്പൊ 10th 12th ഒക്കെ കഴിഞ്ഞവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
അവരുടെ അഡ്മിഷൻ കാര്യങ്ങളിൽ, അവരുടെ പുതിയ ജീവിത യാത്രയിലൊക്കെ എന്റെ പിതാവ് അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ കൃപ നിന്റെ മക്കളോട് കൂടെ ഉണ്ടായിരിക്കണമേ പിതാവേ. എന്റെ കർത്താവെ, നല്ല പിതാവേ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഇനിയും സൺഡേ സ്കൂൾ കർത്താവെ ഹല്ലേലൂയ റീഓപ്പൺ ചെയ്യുമ്പോൾ കർത്താവെ, അവരെ ക്രിസ്തുവിനെ കാണിപ്പാനുള്ള വലിയ ഉത്തരവാദിത്തം ഞങ്ങളുണ്ടെന്നുള്ള ബോധ്യം എല്ലാ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനും അങ്ങ് കൊടുക്കണമേ. പേരൻസിന് അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവമേ കർത്താവ്, എല്ലാ ഗ്രാൻഡ് പേരൻസിനും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യവും കാലത്തോളം കർത്താവ് എന്നെ താങ്ങിയത് എന്റെ കുഞ്ഞുങ്ങൾക്ക്, എന്റെ തലമുറയ്ക്ക് ദൈവത്തിനെ കാണിച്ചു കൊടുക്കുവാനുള്ള വിശ്വാസം, ആ ഒരു ചിന്ത അവരെ ഭരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എന്റെ കർത്താവെ, ഞങ്ങളുടെ യൂത്ത് മൂവ്മെന്റിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ യൂത്ത്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യൗവനത്തിൽ സൃഷ്ടാവിനെ കണ്ടുകൊണ്ട് ജീവിപ്പാൻ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ എന്റെ പച്ച. ദൈവമേ, ഞങ്ങളുടെ യങ് കപ്പിൾസ് ഫെലോഷിപ്പിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണേ പച്ച. ദൈവമേ, ഞങ്ങളുടെ വർക്ക് ഫോഴ്സ് അവരാണ്. ദൈവമേ ഹല്ലേലൂയ, സമ്പത്ത് യഹോവയാൽ വരുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വർക്ക് ചെയ്യുവാൻ അങ്ങ് കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം പിതാവേ. അവരെല്ലാം കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. ദൈവമേ, അച്ഛൻ പ്രാർത്ഥിച്ച പോലെ ദൈവമേ കുടുംബങ്ങളെ നയിപ്പാൻ, മക്കളെ ദൈവമേ നല്ലത് കാണിച്ചു കൊടുപ്പാനുള്ള കൃപ ഒക്കെ അങ്ങ് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ, ഞങ്ങളുടെ ലേറ്റി ഫെലോഷിപ്പിനെ അനുഗ്രഹിക്കണമേ അപ്പച്ച. എന്റെ കർത്താവെ, ഞങ്ങളുടെ വിമൻസ് ഫെലോഷിപ്പിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ക്വയറിനെ അനുഗ്രഹിക്കണമേ. ദൈവമേ, പാടുന്നതൊക്കെ എന്താണെന്ന് അറിഞ്ഞ് പാടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. എന്റെ കർത്താവെ ഹല്ലേലൂയ, ഞങ്ങളുടെ ഇടവക തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വരുന്ന ഇലക്ഷനൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. ദൈവമേ, ഞങ്ങളുടെ കമ്മിറ്റി, നെക്സ്റ്റ് കമ്മിറ്റി കർത്താവെ, അങ്ങേ സെർവ് ചെയ്യാൻ മനസ്സുള്ളവരെ മാത്രം അങ്ങ് അതിനുവേണ്ടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും ഒരു പ്രസ്റ്റീജ് അല്ല കർത്താവെ, ഇതൊക്കെ ഒരു സർവീസ് ആണ്. ആ ഒരു ബോധ്യം ഇതിനു വേണ്ടി നിൽക്കുന്ന എല്ലാവരെയും ഭരിക്കുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ, അച്ഛനെ കുടുംബം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ് കർത്താവ്. ഇതിന് മകന് കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ് കർത്താവ്. അനുഗ്രഹിക്കണം. ആത്മാവിൽ നിറഞ്ഞു വരുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഓരോ ദിവസവും അധികമായി നിന്റെ മകനെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമേ, അച്ഛൻ പറയുന്ന വചനത്തിലൂടെ കർത്താവെ, അങ്ങയുടെ വചനത്തിലൂടെ ഓരോ ദിവസവും അങ്ങ് ഞങ്ങളോട് ഇടപെടുന്ന കൃപയ്ക്കാൽ സ്തോത്രം പിതാവ്. ദൈവമേ, കൊച്ചമ്മയ്ക്കായി സ്തോത്രം. നിന്റെ മകളുടെ ദൈവമേ കർത്താവെ, എല്ലാ പ്രയാസത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ പ്രൈസ് ലോർഡ് കർത്താവെ അങ്ങ് കൊടുത്തിരിക്കുന്ന ആൾ സ്തോത്രം അപ്പച്ചു. ദൈവമേ, ഞങ്ങളുടെ ജനനം മുതൽ ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾ ഉരുവായ നിമിഷം തൊട്ട് ഞങ്ങളെ അറിയുന്ന ദൈവം പ്രൈസ് ദി ലോർഡ്. നിന്റെ മകളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമേ കർത്താവെ, മക്കളെ രണ്ടുപേരെയും അനുഗ്രഹിക്കണേ എന്റെ അപ്പച്ച. അവരുടെ ഭാവി അങ്ങയുടെ കരങ്ങൾ തരുന്ന എന്റെ അപ്പച്ച, അവരെ നീ അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, അച്ഛനെ കുടുംബം അനുഗ്രഹിക്കണേ അപ്പച്ച. ഞങ്ങളുടെ എല്ലാ ഇടവക ജനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഇടവക സന്തോഷമുള്ള കർത്താവെ, കർത്താവിന്റെ ഒരുക്കമുള്ള മണവാട്ടിയായി തീരുവാൻ ഞങ്ങളുടെ സഭയെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ് കർത്താവ്. ദൈവമേ, സഭ കർത്താവെ ഹല്ലേലൂയ, എന്താണ് സഭ എന്നുള്ള മനസ്സിലാക്കലുകൾ ഞങ്ങളുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. ഞങ്ങളുടെ ദൈവമേ, CSA സഭയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഡയസിസുകളെ അനുഗ്രഹിക്കണേ അപ്പച്ച. ഞങ്ങളുടെ മിഷൻ ഫീൽഡുകളെ അനുഗ്രഹിക്കണേ എന്റെ അപ്പച്ച. പ്രത്യേകിച്ച് ഇവിടെ അടുത്തുള്ള കർത്താവെ, ഞങ്ങളുടെ തെലങ്കാന മിഷനെയും പറക്കാൽ മിഷനെയും ദൈവമേ കാട്ടപ്പള്ളി മിഷനെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണേ എന്റെ അപ്പച്ച. എന്റെ കർത്താവെ ഹല്ലേലൂയ കർത്താവെ, ഈ സമയത്ത് കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ പേര് പറഞ്ഞ എല്ലാ ആന്റിമാരെയും അങ്കിളുമാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരോടൊക്കെ എന്റെ അപ്പച്ചന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവെ ഹല്ലേലൂയ. ഓരോരോ ആവശ്യങ്ങളായിട്ട് ഇരിക്കുന്നവരോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ അയൽക്കാരെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കൂടെ വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ കരങ്ങൾ തരികയാണ് പിതാവേ. ഞങ്ങളുടെ രാജ്യത്തിനെ അനുഗ്രഹിക്കണേ അപ്പച്ച. ദൈവമേ, ദേശത്ത് കർത്താവെ വരൾച്ച അനുഭവിച്ചപ്പോൾ മഴ തന്ന് അനുഗ്രഹിച്ച ദൈവമേ, എന്നാൽ മഴയുടെ കെടുതികൾ ഭാരപ്പെടുന്ന അനേകരുണ്ട് കർത്താവെ. അങ്ങെല്ലാം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ കഴിയുന്ന ദൈവം ഞങ്ങളോടൊപ്പമുള്ളതിനാൽ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ നാട്ടിലെ പേരൻസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരോടൊക്കെ അപ്പച്ചന്റെ കൃപയും അപ്പച്ചന്റെ സാന്നിധ്യവും കൂടി ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യഭാരങ്ങളാലും പ്രയാസങ്ങളാലും സമാധാനത്തിനായിരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ അപ്പച്ച, അങ്ങയുടെ ദിവ്യ സമാധാനത്താൽ
എല്ലാവരുടെയും മനസ്സുകളെ അങ്ങ് ഭരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന അനുഗ്രഹിക്കണേ എൻ്റെ പച്ച. ഇനി ഞങ്ങൾ അല്പസമയം വചനം കേൾക്കാൻ പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ് പിതാവേ, അങ്ങ് ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവുകളൊക്കെ ക്ഷമിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന സ്വർഗത്തിൽ നിന്നും കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് മരിച്ചുയർത്ത യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അംഗങ്ങളുള്ളവരുണ്ട്, എനിക്ക് പരിചയമില്ലാത്ത പേരുകാരുണ്ട്. നമുക്ക് പരസ്പരം അറിയുമോ പരിചയമുണ്ടോ എന്നുള്ളത് സത്യത്തിൽ ഒരു ആരാധനയുടെ കോണ്ടെക്സ്റ്റിൽ പ്രസക്തമായതല്ല. whether we know each other or not, that is not a concern when we come together to worship. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നമുക്ക് പരസ്പരം അറിയാമോ എന്നുള്ളത് ഒരു മുഖ്യ ഘടകമല്ല. പക്ഷെ നമുക്ക് കടന്നു വരുന്നവർക്കൊക്കെ ദൈവത്തെ അറിയാമോ, ദൈവം നമ്മളെ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ഇന്ന് ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. തിരക്കുകളുടെയൊക്കെ മധ്യത്തിൽ നിങ്ങൾ കടന്നു വന്നല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയ്ക്കുള്ളൊരു സമയമാണ് ഞാൻ പതിവായി പറയുന്നത് പോലെ. എന്നാൽ അതിന് തീർച്ചയായിട്ടും ആ പ്രാർത്ഥനാ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നമ്മളെ കൂടുതൽ ഉറപ്പിച്ച് ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി മുൻപോട്ട് നടത്തുന്നതിന് വചനത്തിൻ്റെ ഒരു വലിയ ഉറവിടം, ഒരു പിൻബലം, ഒരു ബാക്കിംഗ് നമുക്ക് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അല്പമായിട്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വചനം പഠിക്കുന്നത്. നമുക്കറിയാം, നോളജ് ഈസ് എ ബർഡൻ. അറിവ് ഒരു വലിയ ഭാരമാണ്. കൂടുതൽ അറിയുന്തോറും ആ ഭാരം കൂടിക്കൊണ്ടിരിക്കും. അത് തിരുവചനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അല്പം അറിവ് ആഹ്ലാദമാണ്, ആഘോഷമാണ്. When you know more and when you try to know more, then you will have lot of confusions. നമുക്ക് കൂടുതൽ ആശയക്കുഴപ്പങ്ങളുണ്ടാകും. നമുക്ക് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം കൂടും. അറിയാനുള്ള ആഗ്രഹം കൂടുന്നത് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അറിവുകൾ അത് പലപ്പോഴും കൂടുതൽ വ്യക്തമല്ല, കൂടുതൽ അവ്യക്തതകളിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ വചന കേൾവി നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച അവ്യക്തതകളെ തിരുത്താനും അതിനെയൊക്കെ മാറ്റാനും വിശ്വാസപരമായി കൂടുതൽ വ്യക്തതയുള്ളവരായിട്ട് ജീവിക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയിർപ്പിനെ കുറിച്ചാണ് പഠിക്കുന്നത്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ സത്യം ആദ്യം ലോകം അറിയുന്നത് ശിഷ്യരും കർത്താവിനെ സ്നേഹിച്ചവരും കർത്താവിൻ്റെ കല്ലറയ്ക്കൽ പോയവരും ഒക്കെ അറിയുന്നത് നമുക്കറിയാം. ഒഴിഞ്ഞ കല്ലറയുടെ പരിസരത്ത് വെച്ചാണ്. Empty tomb was the first and initial place where the world came to know that Jesus has been resurrected from death. യേശു കർത്താവ് മരണത്തെ അതിജീവിച്ച് പുനരുത്ഥാനം ചെയ്തു എന്ന സത്യമെന്ന യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയുന്ന ആദ്യത്തെ സ്ഥലം, പ്രഥമ സ്ഥലം, അത് കല്ലറയാണ്. The new journey of the church begins from a broken tomb. തകർക്കപ്പെട്ട ഒരു കല്ലറയിലാണ് സഭയുടെ, ശിഷ്യരുടെ പുതിയ യാത്ര ആരംഭിക്കുന്നത്. പുതിയ നിയോഗങ്ങൾ അവർക്ക് ലഭിക്കുന്നത്
ഈ ഒഴിഞ്ഞ കല്ലറയുടെ പരിസരങ്ങളിലാണ്. ആ നിയോഗം ആദ്യം നൽകപ്പെടുന്നതും ഏറ്റെടുക്കുന്നതും നമുക്കറിയാവുന്നത് പോലെ തന്നെ എല്ലാ സുവിശേഷങ്ങളും ഉറപ്പിച്ച് തെളിവോടുകൂടെ പറയുന്നത് പോലെ തന്നെ സ്ത്രീകളാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലും അവസാനം വരെയും പിടിച്ചു നിന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനോടുകൂടെ നിന്നത് സ്ത്രീകളാണെന്ന് എല്ലാ സുവിശേഷങ്ങളും അടിവരയിട്ട് പറയുന്നുണ്ട്. സോ ദ വിമൻ വെയർ ദേർ at the final point of his death and crucifixion, and the women continue to be there when the message of resurrection has been communicated to the world. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വളരെ വിശാലമായിട്ട് ചിന്തിച്ചു. ഇതൊക്കെ നമ്മൾ ആഴമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നമ്മൾ ബോധ്യപ്പെടേണ്ട കാര്യമാണ്. ആ ബോധ്യങ്ങൾ നമ്മളുടെ കാഴ്ചപ്പാടുകളെയും നമ്മുടെ ദർശനങ്ങളെയും തിരുത്തേണ്ടതും മാറ്റേണ്ടതുമാണ്. സഭയുടെ പ്രവർത്തനങ്ങളിൽ, സഭയുടെ സാക്ഷ്യത്തിൽ സ്ത്രീകളെക്കുറിച്ചും അവരുടെ പങ്കാളിത്തത്തെക്കുറിച്ചും അവരുടെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ കാണാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഉൾക്കാഴ്ചകളും ചിന്താഗതികളും വേദപുസ്തക സംഭവങ്ങളും ആ സംഭവങ്ങൾ നമ്മളോട് പറയുന്ന സന്ദേശങ്ങളും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. അതിനെ ഏറ്റെടുക്കാൻ സഭ തയ്യാറാകണം. അതിൻ്റെ അന്തസത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സമീപനങ്ങളിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുവാൻ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ടതും ആവശ്യമാണ്. രണ്ടാമത്, കർത്താവായ യേശു ക്രിസ്തു, പുനരുത്ഥാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ചിരപരിചിതമായ സ്ഥലമാണ്. The second location, context where Jesus appears after his resurrection, അത് യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ സഞ്ചരിച്ച വഴിയിലാണ്. അവർ സഞ്ചരിച്ച വഴിയിൽ അവരോട് കൂടെ ഇരുന്നു. ഒരുപക്ഷെ അതിൻ്റെ ക്രോണോളജിക്കലി കാലഗണന അനുസരിച്ച് നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ, പക്ഷേ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവർ എമ്മൗസിലെത്തി, അവർ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ യേശു കർത്താവ് അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണു തുറന്നു. തങ്ങളോടുകൂടെ സംസാരിച്ച് തങ്ങൾക്ക് കൂട്ടായി നടന്നവൻ, തങ്ങളുടെ ആകുലതകളെ ഒക്കെ ആഘോഷമാക്കി മാറ്റി തന്നവൻ ക്രിസ്തുവാണ് അവർ തിരിച്ചറിഞ്ഞു. അത് തിരിച്ചറിയുന്നത് വീടിന്റെ ഉള്ളിൽ വെച്ചാണ്. അവർ രാത്രിയിൽ തന്നെ യെരൂശലേമിലേക്ക് മടങ്ങി വന്ന് ശിഷ്യന്മാരോട് ഈ വാർത്തകളൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. യേശു കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന രണ്ടാമത്തെ ഇടം തീർച്ചയായിട്ടും എമ്മൗസിലേക്കുള്ള യാത്രയിലായിരിക്കുന്ന, പക്ഷെ അവരത് തിരിച്ചറിഞ്ഞില്ല. ആ വഴിയിൽ വെച്ച് അവനെ അറിഞ്ഞില്ല. വഴിയിൽ വെച്ച് അവനെ തിരിച്ചറിഞ്ഞില്ല. യേശു കർത്താവിനെ തിരിച്ചറിഞ്ഞത് ആ ഭവനത്തിന്റെ ഉള്ളിൽ അപ്പം നുറുക്കുമ്പോഴാണ്, അത്താഴം കഴിക്കുമ്പോഴാണ് യേശു കർത്താവിനെ തിരിച്ചറിഞ്ഞത്. അതൊരു പ്രത്യക്ഷപ്പെടലായി നമുക്ക് കാണാം, അല്ലെങ്കിൽ അതൊരു കണ്ടിന്യൂറ്റി ആയിട്ട് കാണാം. അവർ മടങ്ങി വന്ന് യെരൂശലേമിൽ ഭവനത്തിൽ വന്ന് ശിഷ്യന്മാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലൂക്കോസ് 24-ാം അധ്യായത്തിന്റെ 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ ദൗത്യത്തിനായിട്ട് നിയോഗിക്കുന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. വീട് യേശു കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന, പുനരുത്ഥാനം ചെയ്ത കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന രണ്ടാമത്തെ സ്ഥലമാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പാരലലായിട്ട്, സമാന്തരമായിട്ട് ലൂക്കോസ്
36 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾക്ക് സമാന്തരമായിട്ട് പാരലായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയും യേശു കർത്താവ് സ്വയം വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ ഘട്ടം, പ്രധാനപ്പെട്ട ഘട്ടം ഒരു വീടിന്റെ ഉള്ളിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആർ വി experiencing, encountering the resurrected Lord in our homes? നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഭവനങ്ങൾക്കകത്ത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ അനുഭവിച്ചറിയാൻ, ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഈ ഒരു ചലഞ്ചാണ്, ഈ ഒരു വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ ഈ ഭാഗങ്ങൾ ആധുനിക സഭയ്ക്ക്, നമ്മുടെ സഭകൾക്ക്, നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. God is challenging us to experience the resurrected Lord at our homes. നമ്മുടെ ഭവനങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ, ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, ക്രിസ്തുവിന്റെ ഇടപെടലുകൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇതൊരു ഗൗരവമേറിയ ചോദ്യമാണ്. അതുകൊണ്ട് രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു വീടിന്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, സ്വയം അവതരിക്കുമ്പോൾ, ആ വീട്, ആ പ്രത്യക്ഷപ്പെടലിന്റെ സന്ദേശങ്ങൾ, സുവിശേഷങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ്? അതിൻ്റെ ആത്മീയമായ, വിശ്വാസപരമായ പ്രസക്തി എന്താണ്, സാങ്കത്യം എന്താണ് എന്ന് പഠിക്കാനും മനസ്സിലാക്കാനുമായിട്ടാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ പരിശ്രമിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ശിഷ്യന്മാർ അതായത് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ രാവിലെ സ്ത്രീകൾക്ക് കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട അന്ന് വൈകിട്ട് തന്നെ എന്നാ നമ്മൾ വായിക്കും. ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ച് അകത്തിരിക്കുമ്പോൾ നമ്മവിടെ വായിക്കുന്നു, യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിലും അത് തന്നെയാണ്. അവര് വീടിന്റെ ഉള്ളിലായിരിക്കുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റിനെ കുറിച്ച്, എന്തുകൊണ്ടാണ് അവരൊക്കെ വീട്ടിൽ ഒരുമിച്ച് കൂടിയിരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദാംശം ലൂക്കോസ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നില്ലെങ്കിലും യോഹന്നാൻ അത് പറയുന്നു. അവര് പേടിച്ചു, അവർ യഹൂദന്മാരെ പേടിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച് കൊന്ന യഹൂദരെ അവര് ഭയപ്പെട്ടു. തങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ക്രൂശീകരണത്തെ അവർ ഭയപ്പെട്ടു. തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ ക്രിസ്തുവിനെ പോലെ എന്ന് അവർ സംശയിച്ച് അവർ ഭയപ്പെട്ടു. ആ ഭയം അവരെ വീടിനുള്ളിലാക്കി അടച്ചിട്ടു. They closed themselves. സെൽഫ് ക്ലോഷർ എന്നൊരു വാക്കുണ്ട്. സ്വയം അടച്ചു. അവർ സ്വയം അടഞ്ഞുപോയ, സ്വയം അടയ്ക്കുന്നവർ, പുറം ലോകത്തോട്, പുറത്തുള്ളതിനോടൊക്കെ പൂർണ്ണമായിട്ട് വിട്ടു നിന്നിട്ട് സ്വയം അടയ്ക്കുന്നവർ. അങ്ങനെ ചില സ്വഭാവങ്ങളുണ്ട്. സം ക്യാരക്ടേഴ്സ്, they close themselves. അവർ സ്വയം അടയ്ക്കും. They don't want to talk. They don't want to have friendship. They don't want to, commune. അവർക്ക് ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരുപാട് പേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലതിനെയും ഭയപ്പെട്ട്, പലതിനെയും പേടിച്ച് സ്വയം അടഞ്ഞവർ, അവർ അപകടകാരികളാണ്. We should be very careful when we close ourselves from inside. ഒരിക്കലും നമ്മൾ സ്വയം അടയ്ക്കാൻ പാടില്ല. നമ്മുടെ ശത്രുക്കളോട് പോലും നമ്മൾ അടഞ്ഞു പോകാൻ പാടില്ല. വി ഷുഡ് ബി ഓപ്പൺ, അല്ലെ? നമ്മൾ ആരെയും ഭയപ്പെട്ട്, ഒന്നിനെയും ഭയപ്പെട്ട് നമ്മൾ അകത്ത് നിന്ന് അടച്ചു കളയരുത്. നമ്മൾ മിണ്ടാതിരിക്കരുത്. നമ്മൾ പരസ്പരം സഹകരിക്കാതിരിക്കരുത്. ദാറ്റ് വിൽ ബി എ ഡേഞ്ചറസ് അപ്രോച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ. അതൊരു അപകടകരമായ അവസ്ഥ. ഞാൻ കഴിഞ്ഞ ദിവസവും പള്ളിയിൽ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളിയിൽ വരുമ്പോൾ നിങ്ങൾ സംസാരിക്കണം. അറിവുള്ളവർ മാത്രമല്ല അപ്പനും മക്കളും
കൂടെ നിന്ന് ചായ കുടിക്കുന്ന ഏർപ്പാടല്ല. അത് വീട്ടിലാകാമല്ലോ, അതിനുള്ള സമയം നമുക്ക് വീട്ടിലുണ്ടല്ലോ. പള്ളിയിലൊക്കെ നമ്മൾ വരുമ്പോൾ, ഒരു പൊതുവിടത്ത് വരുമ്പോൾ നമുക്ക് പരസ്പരം അങ്ങനെ അടഞ്ഞു പോകാൻ പാടില്ല. നമ്മളുടേതായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാ. ഭയപ്പെടരുത്. അയാളോട് സംസാരിച്ചാൽ എന്ത് പറയും, ഇയാളോട് സംസാരിച്ചാൽ ഇയാൾ എന്ത് പറയും, അല്ല, പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ ഇപ്പോൾ ഒരു ഇലക്ഷനൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ വളരെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ചില സമയത്ത് മാത്രമല്ല, തുറവിയെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മൾ സ്വയം അടയാൻ പാടില്ല. ഈ മനുഷ്യരൊക്കെ ആത്മഹത്യയിലേക്കും സ്വയനാശത്തിലേക്കും സൂയിസൈഡിലേക്കും ഒക്കെ പലപ്പോഴും പോകുന്നതിന്റെ ഒരു കാരണം അതാണ്. വി ക്ലോസ് ourselves ഫ്രം ഇൻസൈഡ്. നമ്മൾ അകത്ത് നിന്ന് നമ്മൾ സ്വയം അടച്ചു കളയും. വ്യക്തി ജീവിതത്തിലും അതൊരു വലിയ ചലഞ്ചാണ്. മിണ്ടാത്ത, സംസാരിക്കാത്ത, അല്ലേ? ഇങ്ങനെ അടഞ്ഞുപോയ ഒരു വീടിനെ കുറിച്ചാ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം. വാതിലടച്ച വീട്, അകത്ത് നിന്ന് അടച്ച വീട്. നമ്മുടെ വീടുകളെല്ലാം ഇന്ന് അകത്തു നിന്ന് അടച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആളുകളെല്ലാം അകത്തുണ്ട്, പക്ഷെ വീട് തുറന്നിട്ടില്ല. ഫാമിലി ഈസ് ഇൻസൈഡ് ബട്ട് ദ ഹോം ഈസ് ക്ലോസ്ഡ്. എന്നൊരു മനോഹരമായ ചിന്തയാണല്ലേ? കുടുംബം അകത്തുണ്ട്, പക്ഷെ വീട് അടഞ്ഞു കിടക്കും. സാധാരണഗതിയിൽ പണ്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് വീടുകൾ അടഞ്ഞു കിടന്നാൽ, ജനലുകൾ അടഞ്ഞു കിടന്നാൽ എല്ലാവരും ചിന്തിക്കുന്നത് അവിടെ ആരുമില്ല എന്നാണ്. ആളുകൾ അകത്ത് ഉണ്ട്, പക്ഷെ വീടുകൾ അടഞ്ഞു കിടക്കുന്നു. അകം അടഞ്ഞു പോയവർ. Some people are also internally shut themselves. അതൊരു വലിയ ഭീകരതയാണ്. അതൊരു വലിയ ആശങ്കാജനകമായ അന്തരീക്ഷമാണ്. സഭ, ചർച്ച് വിച്ച് ഈസ് ഇന്റേണലി ഷട്ട്, അല്ലേ? നമ്മൾ ചിലർക്ക് തുറന്നു കൊടുക്കത്തുള്ളൂ, ചിലർക്ക് അടച്ചു വെക്കും. സഭയുടെ നന്മകൾ ആർ ഓപ്പൺ ഓൺലി ഫോർ ഫ്യൂ പീപ്പിൾ. സഭയുടെ അഡ്മിഷനുകൾ, അപ്പോയിന്റ്മെന്റുകൾ, അവസരങ്ങൾ, അധികാരങ്ങൾ കുറച്ചു പേർക്ക് മാത്രം. കുറെ പേരെ, പാവപ്പെട്ടവരെ, സാധാരണക്കാരെ അതിൽ നിന്ന് മാറ്റി നിർത്തും. കുടുംബം, പാരമ്പര്യം, മഹിമ, പ്രതാപം. ഇൻഡിവിജ്വൽ ക്യാൻ ബി ഇന്റേണലി ഷട്ട്. ഒരു വ്യക്തിക്കും അകത്തു നിന്ന് അടഞ്ഞു പോകാം. അങ്ങനെയുള്ള ആളുകളുണ്ട്, അകമടഞ്ഞ മനുഷ്യർ. മറ്റുള്ളവരുടെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ നമ്മൾ അകമടഞ്ഞ മനുഷ്യരാ. ഒരാളൊരു നല്ലത് ചെയ്യുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, അതിനെ അഭിനന്ദിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അകമടഞ്ഞ മനുഷ്യരാ. ഒരാളുടെ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാകുമ്പോൾ, ഒരു നന്മ ഉണ്ടാകുമ്പോൾ അവരെ നമുക്ക് ആശംസിക്കാൻ വെരി ഗുഡ്, എക്സലന്റ്, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളൊക്കെ അകമടഞ്ഞ മനുഷ്യരാ. അതൊരു തുറവിയാ. ചിലരൊക്കെ അകത്ത് അടഞ്ഞതാണെങ്കിലും ഇതൊക്കെ പുറത്ത് ഞങ്ങൾ തുറന്ന ആൾക്കാരാന്ന് കാണിക്കുന്നവരുമുണ്ട്. അകമടഞ്ഞവരാണ്, പക്ഷെ ഞങ്ങള് പുറത്ത് എല്ലാരും കാണിക്കും. പുറമേ തുറന്നവരും അകമടഞ്ഞവരും ഉണ്ടല്ലേ. പല ലെയറാണ് ചിലർക്ക്, പല ലെയറുകൾ. അകമടഞ്ഞു പോയ മനുഷ്യരൊരു വലിയ ആത്മീയ പ്രതിസന്ധിയാ ദൈവമക്കളെ. നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ അകത്തുനിന്ന് അടക്കരുത്. ചിലർ വീട്ടുകാർക്ക് വേണ്ടി മാത്രം തുറന്നു കൊടുക്കും, ഭാര്യയും ഭർത്താവും മക്കളും. ഭർത്താവിൻ്റെ പേരൻസിനോട് തുറന്നിട്ടില്ല, ഭാര്യയുടെ പേരൻസിനോട് തുറന്നിട്ടില്ല, ഭർത്താവിൻ്റെ സഹോദരങ്ങളോട് തുറന്നിട്ടില്ല, ഭാര്യയുടെ സഹോദരങ്ങളോട് തുറന്നിട്ടില്ല. കുടുംബത്തിലെ തന്നെ പത്രാസും പവറും ഒക്കെ ഉള്ള നിറവും കാണാൻ കൊള്ളാവുന്നവരോട് ഭയങ്കര തുറന്നതാണ്. ബാക്കിയുള്ളവരെ നമ്മൾ കണ്ടാൽ പരിഗണിക്കത്തില്ല. ഇതൊരു സൈക്കിക് ഡിസോർഡറാണ്. ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ പ്രോബ്ലം. അകമടഞ്ഞ മനുഷ്യർ. ചിലരോട് തുറക്കും, ചിലരോട് തുറക്കത്തില്ല. യോഗ്യത നോക്കി, പവർ നോക്കി, പത്രാസ് നോക്കി, സ്റ്റാറ്റസ് നോക്കി, പ്രിവിലേജ് നോക്കി തുറക്കും. അതില്ലാത്തവരെ നമ്മൾ കാണത്തില്ല. ഡേഞ്ചറസ്.
ലോകം എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷവും ഇന്ന് അങ്ങനെയുള്ളവരെ കൊണ്ട്, ഒരുപക്ഷെ അച്ഛന്മാരും ശുശ്രൂഷകരും അവരുടെ ഫാമിലികളും ആളുകളും എല്ലാം അങ്ങനെയുള്ളവരുണ്ടാവാം. അകമടഞ്ഞ മനുഷ്യർ, അകമടഞ്ഞ വീടുകൾ, അല്ലെ? ചിലർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പരിഗണന, ചിലർ വന്നാൽ നമ്മൾ പുറത്ത് നിർത്തും. ഇറ്റ്സ് നോട്ട് റൈറ്റ്. വീട് ഒരു ഡെമോക്രാറ്റിക് സ്പേസ് ആണ്, അതൊരു പൊതുവിടമാണ്. അത് നമ്മളെ വെൽക്കം ചെയ്യുന്ന, നമ്മളെ സ്വാഗതം ചെയ്യേണ്ടതാണ് വീട്. ഗൃഹം എന്ന് പറയുന്ന സംസ്കൃത പദം, ഗിർ എന്ന് പറയുന്ന സംസ്കൃത മൂലപദത്തിൽ നിന്നാണല്ലോ ഗൃഹം ഉണ്ടായത്. ഗൃഹത്തിന്റെ അർത്ഥം സംതിങ് ദാറ്റ് ബൈൻഡ്സ് അസ് ടുഗെദർ, നമ്മളെ കൂട്ടിയോജിപ്പിച്ച് നിർത്തുന്നത്, കൂട്ടിക്കെട്ടി നിർത്തുന്നത് എന്താണോ അതാണ് ഗൃഹം. അതൊരു കൂട്ടായ്മയുടെ ഇടമാണ്. നമ്മുടെ വീടുകൾ അടഞ്ഞു പോകാൻ പാടില്ല, അകത്ത് നിന്ന് അടയ്ക്കപ്പെടാൻ പാടില്ല. ബന്ധങ്ങൾ, സഭ, അത് തുറന്ന സഭയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, പുതിയ ആളുകൾ വരുമ്പോൾ അവരോട് സംസാരിക്കണം, അവരോട് പോയി അല്പസമയം ഇടപെടണം. നാളെയും വരണം, അടുത്ത ആഴ്ചയും വരണം. എന്തെങ്കിലും ആവശ്യമുണ്ടോ, പുതിയതാണോ, വല്ല സഹായവും വേണോ ചോദിക്കണം. അല്ലാതെ ട്രാൻസ്ഫർ ആയി വരുന്ന അച്ഛന് മൊത്തത്തിൽ സഹായം കൊടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ പള്ളിയിൽ ഒരു പുതിയ ഒരു മെമ്പർ വന്നാൽ, ഒരു ഫാമിലി വന്നാൽ, ഒരു സിംഗിൾ ഒരു ബാച്ചിലർ വന്നാൽ, ഒരു പെൺകുട്ടി, പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നാൽ, ഒരു അമ്മ വന്നാൽ, ഒരു ഫാമിലി വന്നാൽ, ബസ് പിടിച്ചും ഓട്ടോ പിടിച്ചും ടാക്സി പിടിച്ചും ഒക്കെ ഒരു ഫാമിലി വന്നാൽ, ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത്, ഞങ്ങൾ ആ വഴിക്കാൻ, ഞങ്ങൾ ഇവിടെ ഇറക്കിയേക്കാം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സഹായം വേണോ, ജോലി ഉണ്ടോ, എനിക്ക് ദിസ് ഈസ് ചർച്ച്. ഇതാണ് സഭ. ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് പറയുകയാണ്. സഭ ശക്തമാകുന്നത്, സഭ വളരുന്നത്, സഭ അനുഗ്രഹിക്കപ്പെടുന്നത് അടഞ്ഞു കിടക്കുമ്പോഴല്ല. We should keep our church open. സഭ ഒരിക്കലും അടഞ്ഞു പോകാൻ പാടില്ല, അടിച്ചു പുറത്താക്കാനും പാടില്ല. ഇങ്ങനെ അടഞ്ഞിരിക്കുമായിരുന്നു ഇവര്. അടഞ്ഞിരുന്നപ്പോ അടഞ്ഞ വീടിന്റെ ഉള്ളിലേക്കാണ് യേശു കർത്താവ് കടന്നു വരുന്നത്. യോഹന്നാൻ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. വാതിൽ അടച്ചിരിക്കെ യേശു വന്നു. ഏത് അടഞ്ഞതും തുറക്കാനുള്ള താക്കോല്, ഏത് പൂട്ടിയ താഴും തുറക്കാനുള്ള താക്കോല്, ലോക്കും ഓപ്പൺ ചെയ്യാനുള്ള കീ ഈസ് വിത്ത് ദ ലോർഡ്. യേശു കർത്താവ് അവരുടെ നടുവിൽ വന്നു നിന്നു. യേശു കർത്താവ് അടഞ്ഞ ഇടങ്ങളെ തുറന്ന കർത്താവ്. അതാണ് പുനരുദ്ധാനം ചെയ്ത കർത്താവിൽ വിശ്വസിക്കുന്ന സഭ, കുടുംബങ്ങൾ, വ്യക്തികൾക്ക് ഒരു തുറന്ന സമീപനം വേണം. we should all have an open mind. കാരണം പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ ആരാധിക്കുന്നവരുടെ മനസ്സടഞ്ഞു പോകാൻ പാടില്ല. കാരണം അടഞ്ഞതിനെയൊക്കെ തുറന്നിറങ്ങി വരുന്ന ക്രിസ്തുവാണ്. തടസ്സങ്ങളൊന്നും ഒരു വിഘാതങ്ങളല്ല. വാതിലോ സംസ്കാരമോ ഭാഷയോ ഡയോസിസോ തെക്കോ വടക്കോ കിഴക്കോ ഉയർന്നതോ താഴ്ന്നതോ ഒന്നും കർത്താവിനെ അനുഭവിക്കാൻ, കർത്താവിന് കടന്നു വരാൻ ഒരു വിഘാതമല്ല. ക്രൈസ്റ്റ് ബ്രേക്സ് ഓപ്പൺ ദ ഹർഡിൽസ്. എല്ലാ തടസ്സങ്ങളെയും തകർത്തെറിഞ്ഞതാണ്. നമ്മളൊക്കെ തുറന്ന മനസ്സുള്ള മനുഷ്യരാകണം. തുറന്ന മനസ്സുള്ള മനുഷ്യർ. ഈ തുറന്നുള്ള മനുഷ്യർക്ക് ഒരു കുഴപ്പമുണ്ടെന്നു ചോദിച്ചാല്, മനസ്സൊക്കെ തുറന്നതാ, പക്ഷെ അവരുടെ വായും നാക്കും കണ്ടമാനം തുറന്നതായിരിക്കും. അത് അപകടമാണ്. ഞാൻ തുറന്ന ഒരു മനുഷ്യൻ, അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ വിളിച്ചു പറയാം. അതൊക്കെ കുഴപ്പമില്ല. നമ്മൾ മനസ്സിലുള്ള കാര്യങ്ങൾ, ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ പറയണം. പക്ഷേ അത് പറയുന്നതിനും ഒരു 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 സൗമ്യതയുണ്ട്, ഒരു സ്നേഹമുണ്ട്.
വായി വരുന്നത് അങ്ങ് വിളിച്ചു പറയുന്നതല്ലല്ലോ. ആണോ? പറയേണ്ടതുപോലെ പറയണം, സ്നേഹത്തിൽ പറയണം, ആർദ്രതയിൽ പറയണം, കരുണയിൽ പറയണം. എനിക്കൊരു കുഴപ്പം അതാ, എനിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും സൗമ്യമായിട്ട് പറയാൻ അറിയത്തില്ലെന്നാണ് എൻ്റെ വീട്ടുകാർ എനിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു വലിയ ആരോപണവും എനിക്കെതിരെ മുൻപോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ള അവിശ്വാസ പ്രമേയത്തിൻ്റെ കാരണം അത്. എന്നെ അവർ ഇംപീച്ച് ചെയ്യുന്ന അതാണ്. ശാന്തമായിട്ട് വർത്തമാനം പറയാൻ അറിയത്തില്ല. ശരിയാണ്, ശരിയാണ്. ഐ അഡ്മിറ്റ് ദാറ്റ്. വി ഷുഡ് ബി ഓപ്പൺ. നമ്മൾക്ക് തുറന്ന മനുഷ്യരായിരിക്കണം, നമ്മൾ തുറന്ന മനസ്സുള്ളവരായിരിക്കണം. നമ്മൾ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ച സമയത്ത് നമ്മൾ വായിക്കുന്നത് ദേശത്ത് ഇരുട്ടുണ്ടായി, ഭൂകമ്പമുണ്ടായി എന്നവിടെ വായിക്കുന്നത്. ചിലടത്ത് പറയുന്നത് കല്ലറകൾ തുറന്നു, മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേറ്റു. അതുകൂടാതെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായതായി വേദപുസ്തകം പറയുന്നത് യെരുശലേം ദേവാലയത്തിലെ തിരശ്ശീല അടിവൃത്ത് മുകൾ വരെ രണ്ടായി കീറിപ്പോയി. അടച്ചു വെച്ചിരുന്നത്, മൂടി വെച്ചിരുന്നത്, തിരശ്ശീലയിട്ട് ഒതുക്കി വെച്ചിരുന്നത്, മാസ്ക് ചെയ്ത് വെച്ചിരുന്നത് തുറന്നു. അല്ലെ? ഇന്നിപ്പോ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്, ഐഡന്റിറ്റി ആർ മാസ്ക്ഡ്. ഇന്നത്തെ ലോകത്തിൽ അങ്ങനെയാ. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തുന്ന ആളുകളുടെ മുഖം കാണത്തില്ല, അതിങ്ങനെ ബ്ലറാക്കും. നമ്മൾ നമ്മുടെ ആധാർ കാർഡ് കൊടുക്കുമ്പോൾ അവസാനത്തെ 4 ഡിജിറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ മാസ്ക് ചെയ്യും. ഡു യു വാണ്ട് ടു മാസ്ക് യുവർ ആധാർ? ഓൺലൈൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും അങ്ങനെ ഒരു ഓപ്ഷൻ വരും, ഒരു പ്രൊവിഷൻ വരും. ഡു യു വാണ്ട് ടു മാസ്ക്? ദ വേൾഡ് ഈസ് ആസ്കിങ്. ഈവൻ ഇഫ് യു മാസ്ക് യുവർ സെൽഫ്, ദർ ഈസ് നോ പ്രോബ്ലം. ലോകം അങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. ശരിയാണ്, പല സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ടും നമ്മൾ അത്തരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. But what is there to mask when you come to the presence of the Lord? ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ there is nothing to mask. ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല കേട്ടോ. അല്ലെ? നമ്മളൊക്കെ ദൈവത്തിന്റെ ആലയത്തിൽ വരുമ്പോൾ, മറ്റുള്ളവരുടെ മുൻപാകെ വരുമ്പോൾ ഒളിച്ചു വെക്കാൻ നമ്മൾ പെടുന്ന പാട്. അല്ലെ? കള്ളു കുടിച്ചിട്ട് ഞാൻ കള്ളു കുടിച്ചു എന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ഒളിച്ചു വെക്കാൻ വേണ്ടി പുതിയ സംവിധാനങ്ങളുണ്ട്. അല്ലേ? ഒളിച്ചു വെക്കാൻ, മാസ്ക് ചെയ്യാനുള്ള സംവിധാനം. അങ്ങനെ പലതും, പല കാര്യങ്ങളും. ചിലപ്പോൾ നമ്മളുടെയൊക്കെ ഈ ഭയങ്കര എക്സ്പ്രഷനേഴ്സോ അതും ഇതും ഒക്കെ ഇറ്റ് ക്യാൻ ബിക്കം എ മാസ്ക്. ഞാൻ എല്ലാവരെയും കുറ്റം അങ്ങനെയല്ല. സംടൈംസ് സം പീപ്പിൾസ് ഓവർ ഓപ്പൺനെസ് ക്യാൻ ഓൾസോ ബി എ മാസ്ക്. ഞാൻ ഭയങ്കര ഒരു തുറന്ന മനുഷ്യനാണ്, ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന മനുഷ്യർ. അല്ലെ? തുറന്ന മനുഷ്യരൊക്കെ എത്രത്തോളം അടഞ്ഞ മനുഷ്യരാണ്, അവരൊക്കെ എത്രത്തോളം അധമ മനുഷ്യരാണ് എന്നൊക്കെ നമുക്ക് തോന്നും. ഒരു സ്ലാവോജ് സെസക് എന്ന് പറയുന്ന ഒരു ചിന്തകൻ ഒരു വളരെ രസകരമായ ഒരു കഥ പറയുന്നുണ്ട്. ഒരു യഹൂദ റബി തൻ്റെ സിനഗോഗിൽ നിന്നുകൊണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, നിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമില്ല. മൈ ഗോഡ്, ഐ ആം നത്തിങ് ഇൻ യുവർ സൈറ്റ്. ഐ ആം നത്തിങ് ഇൻ യുവർ സൈറ്റ്. ഈസ് എ റബായ്. ഈസ് എ ഗ്രേറ്റ് റബായ്. എല്ലാവരും പറഞ്ഞു എന്തൊരു വിനയമുള്ള മനുഷ്യനാണ്, എന്തൊരു താഴ്മയുള്ള മനുഷ്യനാണ്. വലിയ മേധാവിയായിരിക്കുമ്പോൾ, വലിയ അറിവുണ്ടായിരിക്കുമ്പോൾ ഹി ഈസ് ടെല്ലിങ് ഐ ആം നത്തിങ്, ഐ ആം നത്തിങ്. ഓഹോ. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ സഭയിൽ ഏറ്റവും വലിയ സമ്പന്നൻ, വലിയ കാറിൽ വരുന്നവൻ, വലിയ ബിസിനസ് ഒക്കെ ഉള്ളവൻ, വലിയ സമ്പന്നൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, മൈ ഗോഡ്, ഐ ആം നത്തിങ് ഇൻ യുവർ സൈറ്റ്. ദൈവമേ, നിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമില്ല. എല്ലാവരും പറഞ്ഞു എന്തൊരു വലിയ മനുഷ്യനാണ്. സഭയ്ക്ക്, ഈ കോൺഗ്രിഗേഷനോ ഒരുപാട് പേർക്ക് ഇത്രത്തോളമുള്ള ഒരു മനുഷ്യൻ, വലിയ മനുഷ്യൻ. അവൻ പറയുന്നു, ഞാൻ എന്തൊരു ഒന്നുമില്ലാത്തവൻ, ഞാൻ ഏതുമില്ല. എന്തൊരു വിനയം, എന്തൊരു വിശ്വാസം, എന്തൊരു സമർപ്പണം. ഇതെല്ലാം കേട്ടോണ്ട് നിന്ന
സ്വന്തമായിട്ട് കിടപ്പാടം പോലും ഇല്ലാത്ത ദരിദ്രനായിട്ടുള്ള ഒരു മനുഷ്യൻ പള്ളിയുടെ ദേവാലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് നിലവിളിച്ചു പറഞ്ഞു, ദൈവമേ, മൈ ഗോഡ്, ഐ ആം നത്തിങ്. ഞാൻ ഒന്നുമില്ലാത്തവനാ, ഞാൻ ഏതുമില്ലാത്തവനാ. അത് കേട്ടപ്പോ എല്ലാവരും, ഈ ധനവാനും ഈ റബായും അവരെ ആഘോഷിച്ചവരും ഒക്കെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഹൗ ക്യാൻ ഹി സേ ദാറ്റ്? ഇവനിതെങ്ങനെ പറയാൻ പറ്റും? റബായി പറയുന്നത് കൊള്ളാം, അയാൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. സമ്പന്നൻ പറഞ്ഞത് കൊള്ളാം, കാരണം അയാൾക്ക് എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഇതൊന്നുമില്ലാത്തവൻ പറയാണ് ഞാനൊന്നുമില്ല. ചിലരൊക്കെ ഇങ്ങനെ പുറത്ത് പറയുമ്പോൾ ചിലരുടെ ഓപ്പൺനെസ് ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് കപടതകളുള്ള ഒരു ജീവിതമാണ് മനുഷ്യൻ്റെ. അത് പ്രത്യേകിച്ച് ഇന്ന് ഇല്ലാത്തത് ഒരുപാടുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി തത്രപ്പെടുന്നവരും, അത് ഇല്ലാത്തതുണ്ടെന്ന് കാണിക്കുമ്പോൾ ആ ഇല്ലാത്തത് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെയും ഒരു കാലം. വി ആർ ട്രിക്ഡ്. നമ്മളൊക്കെ അത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ട, ചീറ്റ് ചെയ്യപ്പെട്ടവരുടെ ഒരു കാലത്താണ് ജീവിക്കുന്നത്. ദൈവത്തിന്റെ സന്നിധി, പുനരുദ്ധാനം ചെയ്ത കർത്താവിന്റെ മുൻപിൽ നിനക്കൊന്നും ഒളിച്ചു വെക്കാനില്ല. ഡോൺ പ്ലേ സ്മാർട്ട്. നീ വലിയ മിടുക്കനാണെന്ന് നീ കാണിക്കരുത്. നിന്റെ വാചകം കൊണ്ട്, നിന്റെ അതിവിനയം കൊണ്ട്. പുനരുദ്ധാനം ചെയ്ത കർത്താവ് എല്ലാം അറിയും. ഒളിച്ചു വെച്ചിരിക്കുന്നത്, അടച്ചു വെച്ചിരിക്കുന്നതെല്ലാം അവൻ അറിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, വീട്ടിലുള്ളവർ, കുടുംബങ്ങൾ കർത്താവിന് വേണ്ടി തുറക്കപ്പെടണം. ദൈവത്തിന് വേണ്ടി തുറക്കപ്പെടണം. ബി ഓപ്പൺ ടു ഈച്ച് അതർ. ഇതൊരു സൈക്കോളജി കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു മനഃശാസ്ത്രം കൂടെയാണ്. ഒരുപാട് രഹസ്യപ്പൂട്ടിട്ട് പൂട്ടി വെച്ചിരിക്കുന്ന രഹസ്യങ്ങളുടെ കലവറയാണ്. If someone feels that something is secret, then begins the problem. നമ്മുടെ സസ്പെക്ഷൻ, സംശയം, രഹസ്യം എന്ന സംശയം, ബന്ധങ്ങൾ അകലാൻ തുടങ്ങുന്നത്, പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അവിടെയാണ്. രഹസ്യമൊന്നുമില്ല എന്നൊന്നും നമ്മൾ പറയത്തില്ല. രഹസ്യമായിട്ടുള്ളത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കും. പരസ്യമാക്കാവുന്നതെല്ലാം പരസ്യവുമായിരിക്കും. ഇന്നിപ്പോൾ രഹസ്യമാക്കേണ്ടതിനെ പരസ്യമാക്കി അതിന് മാർക്കറ്റ് കണ്ടെത്തുന്നവരുടെ കാലമാണ്, അല്ലേ? രഹസ്യമായതിന് പരസ്യമാക്കിയാൽ ഏറ്റവും വലിയ മാർക്കറ്റാണ്, അല്ലെ? അതിന് സ്പൈയിങ് എന്നൊക്കെ പരിപാടിയുണ്ട്, സ്പൈയിങ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, എത്ര രഹസ്യമാക്കി ആഴങ്ങളിൽ പൂട്ടി അടച്ചു വെച്ചാലും God will come to open it up. ദൈവം, നിങ്ങൾ വേറെ ആരോടും തുറക്കണ്ട, വേറെ ആരുടെ മുമ്പിലും തുറക്കണ്ട. പക്ഷേ കർത്താവ് അറിയുന്നുണ്ട്. അടഞ്ഞുപോയതിനെ, അകത്തു നിന്ന് അടഞ്ഞതിനെ, പുറത്തു നിന്ന് അടഞ്ഞതിനെ ഒക്കെ തുറക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. അതുകൊണ്ട് ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ലെറ്റ് our families be open families of love. Let our church be an open church of compassion and care and respect. നമ്മുടെ സഭ പരസ്പരം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു തുറന്ന സഭയായി തുടരുവാൻ കർത്താവ് നമ്മളെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെ തന്നെ നിന്റെ സന്നിധിയിൽ തുറന്നു വെക്കുന്നു. ഞങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല കർത്താവേ,
ഞങ്ങളിൽ ഒരുപാട് ഗുപ്തതകളുണ്ട്, നിഗൂഢതകളുണ്ട്, രഹസ്യങ്ങളുണ്ട്. നിന്നിൽ നിന്നും മറച്ചു പിടിക്കപ്പെട്ട ഒരുപാട് സത്യങ്ങളുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ മറച്ചു വയ്ക്കപ്പെട്ട ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. അതെല്ലാം നീ അറിയുന്നു. കർത്താവേ, നിന്റെ മുൻപാകെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ തുറന്നു വെക്കുന്നു. പിതാവേ, ഞങ്ങളെ അവിടുന്ന് സമാധാനപ്പെടുത്തണമേ. മറ്റുള്ളവരൊക്കെ അറിയുമ്പോൾ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും എന്നുള്ള ഭയം പലപ്പോഴും കർത്താവെ ഞങ്ങളെ അടച്ചു കളയുന്നുണ്ട്. We are afraid. We are in fear. Break us open. Help us to be true. നിന്നോട് വിശ്വാസത്തോട് സത്യസന്ധരായിരിക്കാൻ, ആത്മാർത്ഥതയുള്ളവരായിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. കർത്താവെ, കടന്നു വന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയിൽ കർത്താവെ, നീ ഞങ്ങളോട് കൂടെ ഇരുന്നാട്ടെ. നന്മകളാൽ ഞങ്ങൾ എല്ലാവരെയും നിറച്ചാട്ടെ. ഇന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. നീ അവരോട് ഇടപെടണമേ. അവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അവരുടെ ഭയങ്ങളെ അവിടുന്ന് മാറ്റണമേ. അടഞ്ഞുപോയ ബന്ധങ്ങളെ അവിടുന്ന് സ്നേഹത്താൽ, കൃപയാൽ തുറന്നു നൽകണമേ. കുടുംബങ്ങളെ കർത്താവെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, തുറക്കണമേ, ആശ്വസിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, വിട്ടുപോയ നമ്മുടെ വിഷയങ്ങളും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളോടും എപ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിച്ച നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ നിന്നുള്ളവരല്ലാത്തത്, വെളിയിൽ നിന്നുള്ളവർ താല്പര്യത്തോടുകൂടെ കടന്നു വന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. പ്രത്യേകമായിട്ട് നിങ്ങളോടുള്ള നന്ദി അറിയിക്കും. ഇന്ന് പാട്ടിന് നേതൃത്വം നൽകിയ ബാബു അങ്കിളോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. വളരെ മനോഹരമായി പാട്ടുകൾ പാടി. താങ്ക് യു സോ മച്ച്. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ നീതുവിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. സങ്കീർത്തനം വായിച്ച അൽമിത്രയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരു സന്തോഷ വാർത്ത ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് പങ്കുവയ്ക്കാനുണ്ട്. കീപ്പിംഗ് ഇറ്റ്. മോള് അവളുടെ +2 കഴിഞ്ഞ് ഹയർ പഠനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ ആയിരുന്നു. ക്യുവറ്റൊക്കെ എഴുതി, ടെസ്റ്റുകളൊക്കെ എഴുതി. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് മുംബൈ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ എക്കണോമിക്സിന് വേണ്ടിയിട്ട് അഡ്മിഷനൊക്കെ ആയി. കാര്യങ്ങളൊക്കെ പോയി അഡ്മിഷനൊക്കെ എടുത്തു. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ജൂൺ 3rd വീക്കിൽ ക്ലാസ്സുകൾ തുടങ്ങും. നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 1.5 മാസമായിട്ട് നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരുപാട് പരിമിതികളിലൂടെ കടന്നു പോകുന്നു. ആ സമയത്തൊക്കെ ഞങ്ങളെ ഓർക്കുകയും വിളിച്ചന്വേഷിക്കുകയും സന്ദർശിക്കുകയും വിവരങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, സാധാരണ നമ്മുടെ ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഓരോരോ ഭാഗങ്ങൾ ചെയ്യാനായിട്ട് ആളുകൾ കണ്ടെത്തുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഞാൻ ചിന്തിക്കുന്നത്, ഈ ആഴ്ച ഇപ്പോൾ നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പാട്ട് പാടാൻ ഒരാൾ, സങ്കീർത്തനം വായിക്കാൻ ഒരാൾ, പ്രാർത്ഥിക്കാൻ ഒരാൾ, നിങ്ങളിപ്പോൾ അത് വോളണ്ടറി ചെയ്യുകയാണെങ്കിൽ സമയമാകുമ്പോൾ പിന്നെ ഞാൻ വ്യാഴാഴ്ച വൈകിട്ട് ആളുകളുടെ പുറകിന് ഓടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവത്തില്ല. അടുത്ത ആഴ്ച പാട്ട് പാടുന്നത് ആരെങ്കിലും ഒരാളൊന്ന് വോളണ്ടറി ചെയ്താൽ.
എളുപ്പം പറയണം. അച്ഛാ അടുത്ത ആഴ്ച പാട്ട് ഞാൻ പാടാം അച്ഛാ. പ്രജിത്ത. ഓക്കെ, താങ്ക് യു പ്രജിത്ത് ആൻഡ് ഫാമിലി. അച്ഛാ സങ്കീർത്തനം വായിക്കണം അച്ഛാ. ഡോണിയ. ഓക്കെ, ഡോണി സങ്കീർത്തനം. പ്രാർത്ഥന. നമുക്ക് പാട്ട് പാടാനും പ്രാർത്ഥിക്കാനും ആളെ പിടിക്കാനാണ് പാട്. പ്രാർത്ഥന. നമ്മൾ പരസ്യമായിട്ട് പ്രാർത്ഥിക്കണം. വി ഷുഡ് പ്രേ പബ്ലിക്കലി. നമ്മളെല്ലാം സ്വകാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നവർ. അതിനകത്തൊന്നും ഒന്നും ഭയപ്പെടേണ്ട. ഇപ്പം വീഡിയോ ഒന്നും ഓൺ ചെയ്യേണ്ട, അൺമ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചാൽ അങ്ങനെ പ്രാർത്ഥിക്കാവൂ. അല്ലാതെ ഒരു ഓൺലൈൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യാലിറ്റി അങ്ങനൊന്നുമില്ല. പ്രേ ആസ് യു വാണ്ട് ടു പ്രേ. ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന. ആരെങ്കിലും ഒരാളൊന്ന് വോളണ്ടിയർ ചെയ്താൽ പ്ലീസ്. പറഞ്ഞേട്ടെ. Nina, your mobile is unmute. Nina. Yes. ആരെങ്കിലും ഒരാൾ ഒന്ന് വോളണ്ടിയർ ചെയ്താട്ടെ പ്ലീസ്. പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നില്ല? ഞാൻ വീട്ടിലുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഈ ആഴ്ച വരും, ഞായറാഴ്ച ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന്. ഓക്കെ, അഞ്ജു. ഓക്കെ, ഗുഡ്. വീട്ടിലാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചോളാം. ഗുഡ്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ. യെസ്. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. താങ്ക് യു സോ മച്ച്. അച്ഛ പുതിയ ആള് നാട്ടിൽ നിന്ന് ലിജിയാണ്, മോളാണ്. ആരാ? ലിജി. ലിജി നമ്മുടെ കൊല്ലകടവിന്ന് ലിജി. അതെ. ഓക്കെ, ഗുഡ്. ലിജി ജേക്കബ് ഞാൻ കണ്ടായിരുന്നു പേര്. വേറെ ഒന്ന് രണ്ട് നമ്മുടെ പിന്നെ പള്ളി വരുന്ന ആന്റിയുടെ ശ്യാമലിന്റെ ഫാമിലിപ്പെട്ടവരൊക്കെ ഉണ്ട്. പൂനെയിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു അച്ഛാ. വെൽക്കം. ബൈ. Thank you, Acha. താങ്ക് യു അച്ഛാ. താങ്ക് യു അച്ഛ. ബൈ.